നമസ്കാരം, ഞാൻ ശാന്തി. അശ്വതി നക്ഷത്ര ജാതരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ഓം ചിന്താമണിയും എന്ന ചാനലിലടക്കം നമ്മൾ വളരെയേറെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ചാനലിലൂടെ ഓരോ അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ച് ഓരോ വിഭാഗങ്ങളെയും തരംതിരിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരുടെ നക്ഷത്ര വൃക്ഷം കാഞ്ഞിരമാണ്. ഈ ജ്യോതിശാസ്ത്ര ഘടനകൾ രൂപപ്പെടുത്തിയിട്ടുള്ള മഹർഷീശ്വരന്മാർ ഓരോ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും മൃഗം, പക്ഷി, പുല്ല്, വൃക്ഷം എന്നിവയൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നത് വെറുതെ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ പേര് എഴുതി വെച്ചതാണ് എന്ന് ഇതിനെക്കുറിച്ച് വലിയ ബോധമില്ലാത്ത ആർക്കെങ്കിലുമൊക്കെ തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയല്ല സംഭവം. ഏതൊരു നക്ഷത്രത്തിനും പക്ഷിയും, മൃഗം, വൃക്ഷം എന്നിവയെ നിർണയിക്കുമ്പോൾ ആ വസ്തുക്കളുടെ ഗുണവും ദോഷവുമായി ബന്ധപ്പെടുത്തി ഈ നക്ഷത്ര ജാതരിലും ചില സ്വഭാവ സവിശേഷതകൾ കാണാമെന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് നമ്മൾ ശാക്തേയ സിദ്ധാന്തമൊക്കെ പരിശോധിച്ച് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമൊക്കെ കാണുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ അശ്വതി നക്ഷത്ര ജാതരുടെ വൃക്ഷമായിട്ട് കൊടുത്തിരിക്കുന്ന കാഞ്ഞിരമാണ്. കാഞ്ഞിരം എന്ന് പറയുമ്പം, അല്ലെങ്കിൽ കാഞ്ഞിരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നെറ്റി ചുളി. കാരണം ഒരു പ്രത്യേകിച്ച് സാധാരണ മനുഷ്യജീവിതത്തിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നൽകാത്ത ഒരു വൃക്ഷമായിട്ടാണ് അതിനെ പൊതുവെ വിലയിരുത്തുന്നത്. കാഞ്ഞിരത്തിൻ്റെ തടിക്ക് വിഷാംശമുണ്ട്, അതൊരു മോശം വൃക്ഷമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പ്രതീതി എടുക്കാൻ പൊതുവെ ഉണ്ട്. എന്നാൽ കാഞ്ഞിര വൃക്ഷത്തിൻ്റെ തന്നെ ചില അംശങ്ങൾ ആയുർവേദത്തിൽ വേണ്ട വിധം സംസ്കരിച്ചെടുക്കുന്നുണ്ട്, ഔഷധമാക്കി മാറ്റാൻ. അത് സംസ്കരിച്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ കാഞ്ഞിരത്തിൻ്റെ തടിക്ക് വിഷാംശം വലിക്കാനുള്ള, പാമ്പൻ വിഷം അടക്കം വലിച്ചെടുക്കുവാനുള്ള കഴിവുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ അശ്വതി നക്ഷത്ര ജാതരുടെ വൃക്ഷവും അവരുടെ സ്വഭാവവുമായിട്ടുള്ള ബന്ധം പരിശോധിച്ചാൽ കാഞ്ഞിരമെന്ന് കേൾക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു നെറ്റിച്ചൊലി പോലും അശ്വതി നക്ഷത്ര ജാതരെ സംബന്ധിച്ചുണ്ടാകും. കാരണം അവരുടെ പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടാൽ വളരെയേറെ എല്ലാവരോടും ഇടപെട്ട് എല്ലാവരോടും സഹകരിച്ച് നടക്കുന്ന ഒരു വ്യക്തിത്വമൊന്നും ആയിരിക്കില്ല. അത്യാവശ്യം ഗൗരവ സ്വഭാവമുള്ള, അത്യാവശ്യം അവനവൻ്റെ വ്യക്തിത്വം അല്പം ഗൗരവത്തിലൂടെയാണ് പോകേണ്ടതെന്ന് വിശ്വസിക്കുന്ന, അടുത്ത് അറിയാവുന്നവരോട് മാത്രം വളരെ സ്നേഹമായിട്ട് അല്ലെങ്കിൽ വളരെ കളിതമാശകളോട് ഇടപെടുകയും തുടക്കത്തിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് കൃത്യമായ അകലം പാലിച്ചു നിൽക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടോ അല്ലെങ്കിൽ 1-2 പ്രാവശ്യം അശ്വതി നക്ഷത്രത്തിന് മറ്റാരെങ്കിലും അവരെ പരിചയമില്ലാത്തവർ കണ്ടാൽ അയാളൊരു ജാടയാണ്, അല്ലെങ്കിൽ അയാളൊരു മനുഷ്യപ്പറ്റില്ലാത്ത ആളാണ്, പുള്ളി ഭയങ്കര ഗൗരവക്കാരനാണ്, ഇങ്ങനെയൊക്കെ ഒരു വിലയിരുത്തൽ നടത്താറുണ്ട്. നമ്മൾ കാഞ്ഞിര എന്ന മരത്തിനെ വിലയിരുത്തുന്ന സമാനമായിട്ടൊരു വിലയിരുത്തൽ. കാഞ്ഞിരം എന്ന് പറയുന്ന വൃക്ഷമെന്ന് കാഞ്ഞിരം കിടന്ന് അയ്യോ അതൊരു ഭയങ്കര വിഷമുള്ള വൃക്ഷമാണ്, മുള്ളുണ്ട് എന്നൊക്കെയല്ലേ പറയുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ അശ്വതി നക്ഷത്രജാതരെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിൽ ഇങ്ങനൊരു വിലയിരുത്തൽ നടത്താറും. എന്നാൽ കാഞ്ഞിരത്തിൻ്റെ തടിക്കും തൊലിക്കും, അതിൻ്റെ പുറം ചട്ടയ്ക്കും അതിൻ്റെ തടിക്കും അതിൻ്റെ ഇലകൾക്കുമൊക്കെ വിവിധ തരത്തിലുള്ള ഔഷധ ഗുണങ്ങളുണ്ടെന്നും അത് സംസ്കരിച്ചെടുത്താൽ മാത്രമേ അതിനുള്ള ഗുണഫലങ്ങൾ കിട്ടുന്നവയാകത്തുള്ളെന്നും കാഞ്ഞിരത്തിൻ്റെ തടിക്ക് പാമ്പൻ വിഷത്തെ അടക്കം വലിച്ചെടുക്കുവാനുള്ള ശക്തി ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അത് കാഞ്ഞിരത്തിൻ്റെ തടിയെടുത്ത് ഉപയോഗിച്ചാൽ, കാഞ്ഞിരത്തിൻ്റെ ഇലയെടുത്ത് സംസ്കരിച്ചെടുത്താൽ, കാഞ്ഞിരത്തിൻ്റെ സത്തെടുത്ത് സംസ്കരിച്ചെടുത്താലൊക്കെ നമുക്ക് മനസ്സിലാവും. എന്ന് പറയുന്നത് പോലെ അശ്വതി നക്ഷത്ര ജാതരുമായിട്ട് നമ്മൾ കൂടുതൽ അടുത്തിടപഴകി അവരുടെ വിശ്വാസം ആർജിച്ചു വന്നാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ വിലയിരുത്തിയത് പോലെ ഒന്നും അല്ല എന്നും, അവർ പരമസ്വാത്വികന്മാരാണെന്നും ശുദ്ധന്മാരാണെന്നും നിഷ്കളങ്കരാണെന്നും, എന്നാൽ അല്പം മനുഷ്യസഹജമായിട്ടുള്ള സ്വാർത്ഥതയും ദൗർബല്യങ്ങളും വീഴ്ചകളും പോരായ്മകളും ഒക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യനെന്നതിലുപരി വലിയ ഗൗരവക്കാരൊന്നുമല്ല എന്നും
അടുത്തിടപഴകുന്നവർക്ക് മനസ്സിലാകും. കാരണം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു ഗൗരവം എന്ന് പറയുന്നത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ പുറംചട്ടയാണ്. കാരണം ആ ഒരു ഗൗരവം ഇല്ലെങ്കിൽ അവർക്ക് ഒരുപാട് അബദ്ധങ്ങളും ഒരുപാട് വഞ്ചനകളെയും നേരിടേണ്ടി വരും. ഏതൊരു അശ്വതി നക്ഷത്രജാതൻ്റെയും ജീവിതത്തിൽ അവൻ മനസ്സറിയാതെയുള്ള കുറ്റാരോപണങ്ങൾക്ക് വിധേയനാവുകയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരിൽ നിന്നും വഞ്ചനയുടെ ഒരു ഫലം അനുഭവിക്കുകയും ചെയ്തവരാണ്. അവരുടേതായിട്ടുള്ള കുഴപ്പങ്ങൾ കൊണ്ടല്ല ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ചുവടുകളും സസൂക്ഷ്മം ശ്രദ്ധിച്ചുള്ളതായിരിക്കും. അതിനെ നമ്മൾ ജാടയെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു അഹംഭാവമെന്നോ വിലയിരുത്തുന്നത് നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അവർ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള നക്ഷത്ര ജാതകരിൽ വെച്ച് ഏറ്റവും ഹൃദയശുദ്ധിയുള്ളവരും നിഷ്കളങ്കരും ആരാണെന്ന് ചോദിച്ചാൽ അശ്വതി നക്ഷത്രജാതരാണ് നമുക്ക് കണ്ണടച്ച് പറയാം. കാരണം 27 നക്ഷത്രങ്ങളുള്ള കൂട്ടത്തിൽ പ്രഥമ സ്ഥാനം അശ്വതിക്ക് ആചാര്യന്മാർ നൽകിയിരിക്കുന്നത് തന്നെ അതിൻ്റേതായിട്ടുള്ള മേന്മകൾ മനസ്സിലാക്കട്ടെ. ആ മേന്മകൾ വെച്ച് നോക്കുമ്പോൾ മനുഷ്യകുലത്തിൽ സാധാരണഗതിയിൽ ഒരു കുഴപ്പക്കാരല്ലാത്ത തനിക്കും തൻ്റെ സഹജീവികൾക്കും ജീവിച്ചു പോകണം, ഈ ഭൂമിയിൽ തുല്യ അവകാശമാണ് എന്നുള്ളത് മനസ്സിലാക്കി ആർക്കും ഒരു ദോഷം ഉണ്ടാക്കാതെ അവനവൻ്റെ കാര്യം മാത്രം നോക്കി അല്ലെങ്കിൽ കഴിയുന്നത് പോലെ മറ്റുള്ള സഹജീവികളെ അടക്കം സഹായിച്ച് മുന്നോട്ട് പോകുവാൻ താല്പര്യമുള്ളവരാണ് അശ്വതി നക്ഷത്രജാതർ എന്ന് നമുക്ക് സംശയം പറയാം. എന്നാൽ ഈ പറഞ്ഞ ഫലങ്ങൾക്ക് അപവാദമായിട്ട് അപൂർവം ചില നക്ഷത്രജാതരെ അശ്വതി നക്ഷത്രജാതരെ വളരെയേറെ അഹങ്കാരികളും ധിക്കാരികളും ക്രൂരന്മാരുമായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഉള്ളവരുടെ ജാതകം പരിശോധിച്ചാൽ നക്ഷത്രഫലത്തേക്കാൾ ഉപരി അവർക്ക് മറ്റു പല യോഗഫലങ്ങളും അവരെ സ്വാധീനിക്കുന്നതായിട്ട് കാണാം. പ്രതികൂലമായിട്ടുള്ള യോഗഫലങ്ങൾ, ആസുരീയമായിട്ടുള്ള ഭാവം വർദ്ധിക്കുന്ന തരത്തിലുള്ള യോഗഫലങ്ങൾ, ആസുരീയമായിട്ടുള്ള താല്പര്യങ്ങൾ വർദ്ധിക്കുന്ന തരത്തിലുള്ള യോഗഫലങ്ങൾ പ്രബലമായിട്ട് നിത്യയോഗമായിട്ട് പോലും നിൽക്കുന്നത് കാണാം. എന്നാൽ ഭൂരിപക്ഷം അശ്വതി നക്ഷത്രജാതരെ സംബന്ധിച്ച് അങ്ങനെ അല്ല കളി. ഭൂരിപക്ഷം അശ്വതി നക്ഷത്രജാതരെ സംബന്ധിച്ചും അവർക്ക് യോഗഫലങ്ങളൊന്നും അങ്ങനെ പ്രതികൂലമായിട്ട് ഈ പറയുന്ന രീതിയിലേക്ക് വളരെ ഭയാനകമായ രീതിയിലേക്ക് വരാറില്ല. അല്ലെങ്കിൽ ആസുരീയ അംശം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുള്ള യോഗഫലങ്ങൾ വരിക എന്ന് പറയുന്നത് 10,000 ജാതകം പരിശോധിച്ചാൽ അതിലൊന്നോ രണ്ടോ മാത്രമായിരിക്കും. ബാക്കിയുള്ളതെല്ലാം ഈ പറഞ്ഞതുപോലെ നിഷ്കളങ്കത, ഹൃദയശുദ്ധി, മാനസികമായിട്ടുള്ള കളങ്കമില്ലായ്മ, അതുപോലെ തന്നെ ചിന്താശുദ്ധി, ഇവയെല്ലാം അശ്വതി നക്ഷത്രജാതർക്ക് സ്വന്തമാണെന്ന് തന്നെ പറയാം. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ ദേവഗണമാണ്, പുരുഷ യോനിയാണ്, ആൺകുതിര മൃഗമാണ്, പുള്ള് പക്ഷിയാണ്, കാഞ്ഞിരം വൃക്ഷമാണ്. അപ്പം ഈ പറഞ്ഞു വരുന്ന ഗ്രേഡിൽ വിഷാംശം വമിപ്പിക്കുന്നു എന്ന് തോന്നിക്കുന്നത് കാഞ്ഞിരം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കാഞ്ഞിരത്തിന് കൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇവരിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഇവരുമായിട്ട് വിരോധത്തിലാകുന്നവർക്ക് അറിയാൻ പറ്റും. വിരോധത്തിലാകുമെന്ന് പറഞ്ഞാൽ ചുമ്മാതെ വിരോധമല്ല, ഇവരെ ഏതെങ്കിലും കാര്യത്തിൽ വഞ്ചിക്കുക, ചതിക്കുക, കബളിപ്പിക്കുക, പറ്റിക്കുക, അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ എന്തെങ്കിലും വേണ്ടാതിനെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് ഇവർ ഒരിക്കലും ക്ഷമിക്കില്ല. എന്ത് കോംപ്രമൈസ് ഉണ്ടായാലും അവർ ക്ഷമിക്കില്ല. അവർ ക്ഷമിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യക്ഷത്തിൽ വിചാരിക്കും ഉടനെ തന്നെ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഹിംസാചിന്തകളൊന്നും ഉള്ളവരല്ല. പക്ഷേ അവരുടെ തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥനകൾ, തുടർച്ചയായിട്ടുള്ള ഈശ്വരനോടുള്ള പരാതികൾ, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവരുടെ ഭാഗ്യമാണോ അല്ലെങ്കിൽ ഇവരുടെ വിശ്വാസമാണോ എന്നറിയില്ല, ഇത്തരത്തിലുള്ള അശ്വതി നക്ഷത്രജാതരുടെ ഇത്തരത്തിലുള്ള പല പ്രാർത്ഥനകളും അവരാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രബലമായ രീതിയിൽ ഫലവത്തായി തീരുന്നുണ്ട്. ഇവർ ഒരു ഉറച്ച ഈശ്വരവിശ്വാസികളാണ്, അന്ധവിശ്വാസികളല്ല. അതായത് റോഡിൽ കാണുന്ന ഏതെങ്കിലും ഒരു സർവേക്കല്ലിൽ ഒരു പട്ടി വിറ്റി പറ്റിയേച്ചു അത് ദൈവമാണെന്ന് പറഞ്ഞാൽ അതൊന്നും കണ്ണടച്ച് വിശ്വസിച്ച് തൊഴുതു പോകുന്നവരൊന്നുമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന തരത്തിൽ പ്രപഞ്ച ശക്തിയെ അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടകർത്താവായ ഈശ്വരനെ ആരാധിക്കുവാനും അദ്ദേഹത്തെ ബഹുമാനിക്കുവാനും ഒക്കെ കഴിവും താല്പര്യവും സന്നദ്ധരാകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രാർത്ഥനയിൽ മധ്യസ്ഥന്മാരുടെ ഒന്നും ആവശ്യം അവർക്കില്ല.
ഒരു മധ്യസ്ഥൻ്റെയും സഹായം ഇവർ തേടാറില്ല. ഇവർ ഡയറക്റ്റായിട്ട് തന്നെ ഈശ്വരനോട് കാര്യം പറയും. അങ്ങനെ പറയുന്നതാണ് ശരിയും. ഇവർ നേരിട്ട് തന്നെ ഈശ്വരനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ടും ഈശ്വരനിൽ അവരുടെ മനസ്സും ചിന്തകളും അർപ്പിച്ചുകൊണ്ടും ഇവരുടെ സങ്കടങ്ങൾ ആത്മാർത്ഥമായിട്ട് തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇവരുടെ ശത്രുക്കളായിട്ടുള്ള വിഭാഗക്കാരെ സംബന്ധിച്ച് ഇവർ പറയുന്ന പരാതികൾ പലപ്പോഴും ഇവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കുള്ള അനുഭവങ്ങളിലൂടെ ശത്രുക്കളെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് വരുന്നത്. എന്തായാലും ഇവരുടെ ഉറച്ച ഈശ്വര വിശ്വാസവും ഇവരുടെ പുറമേയുള്ള ഗൗരവ സ്വഭാവവും എല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ശുദ്ധന്മാരാണ്, പാപങ്ങളാണ്, വിശ്വസിക്കാൻ പറ്റിയവരാണ്, വിശ്വസിച്ചാൽ വഞ്ചിക്കാത്തവരാണ് എന്ന് തന്നെ നമുക്ക് ഇവർക്ക് ഏകദേശം വിലയിരുത്താവുന്നതാണ്. ഇവരുടെ വ്യക്തിത്വത്തെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റ് ഒരു വിഷയവും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.